ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ് മനോരഥങ്ങൾ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ. സിനിമ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇതൊരു ആന്തോളജി മൂവിയാണ്. വെബ് സീരീസ് ആയിട്ടാണ് പുറത്തു വരുന്നത്. അതായത് 9 ഭാഗങ്ങളടങ്ങിയ ഒരു ആന്തോളജി മൂവി. 9 ചെയ്യുന്നത് ആരൊക്കെയെന്നുള്ളത് നമുക്ക് പറയാം. Z5-ലാണ് കേട്ടോ വരാൻ പോകുന്നത്. Z5-ലാണ്. ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെയാണ് വന്നത്. ഇന്നലെ നമ്മുടെ MTയുടെ 91ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. വൻ പരിപാടിയായിരുന്നു. അതെ, ലെജൻഡ് ആണല്ലോ നമ്മുടെ. പിന്നല്ലാണ്ട്. ഓക്കെ, എന്തായാലും 9 സിനിമകൾ ഇതൊക്കെയാണ്. അഭയം തേടി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിദ്ദീഖാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ പ്രിയദർശൻ ചെയ്യുന്ന ബിജു മേനോൻ, ശാന്തി കൃഷ്ണ ഇവർ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളാവുന്ന ശിലാലിഖിതങ്ങൾ. പിന്നെ ജയരാജ് സംവിധാനം ചെയ്യുന്ന ഇന്ദ്രൻസ് നെടുമുടി വേണുചേട്ടൻ ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമയാണ് സ്വർഗം തുറക്കുന്ന സമയം. പിന്നെ രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത് വരുന്ന സിനിമയാണ് കടൽക്കാറ്റ്. അതിൽ ഇന്ദ്രജിത്ത്, പിന്നെ ആനഗസ്റ്റിൻ, അപർണ ബാലമുരളി. 5ാമത്തത് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് പാർവതി തിരുവോത്ത്, നരേൻ ഇവർ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന സിനിമയാണ് കാഴ്ച. ഇതൊക്കെ ഓരോ എപ്പിസോഡായിട്ടാണ് വരിക എന്നുള്ളതാട്ടോ കേട്ടത്. പിന്നെ അശ്വതി വി നായർ സംവിധാനം ചെയ്തു വരുന്ന സിനിമയാണ് വിൽപ്പന. വിൽപ്പനയിൽ അഭിനയിക്കുന്നത് ആസിഫ് അലിയും മധുബാലയും. ഓക്കെ, മഹേഷ് നാരായണൻ ചിത്രം ഷെർലക്. അതിൽ നമ്മുടെ ഫഹദ് ഫാസിലും നാദിയ മൊയ്തുമാണ് പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. പിന്നെ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന ഒരു സിനിമയുണ്ട്. അതായത് പരിപൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന സിനിമയാണ് ഓളവും തീരവും. ഓക്കെ, പ്രിയദർശൻ 2 സിനിമകൾ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, 2 എപ്പിസോഡുകൾ. അതെ. ഓക്കെ, അടുത്തത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനാവുന്ന സിനിമയാണ് കടുകണ്ണാവ ഒരു യാത്ര. മമ്മൂട്ടി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, നായികയൊന്നുമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇത് ശ്രീലങ്കയിലായിരുന്നു ഷൂട്ട്. കടുകണ്ണാവ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനോ അങ്ങനെ ഒരു സ്ഥലം തന്നെയുണ്ട് കടുകണ്ണാവ. എന്തായാലും ഇത്രയും എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് വന്നിരിക്കുന്നത്. എല്ലാം ഒരു 30, 35, 40 മിനിറ്റിന്റെ ഉള്ളിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഓരോന്നും. അപ്പം അതിനനുസരിച്ചായിരിക്കും. എന്താണെങ്കിലും ഓളവും തീരവും ഓൾറെഡി മറ്റേ കുറെ നാളുകളായിട്ട് കാത്തിരിക്കുന്നതാണ്. നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു പ്രിയദർശൻ 2ാമത്തത് ചെയ്ത് കഴിഞ്ഞത്. ആദ്യം ചെയ്ത ഓളവും തീരവും ആണെന്ന് തോന്നുന്നു മോഹൻലാലും ദുർഗാകൃഷ്ണയും. ബിജു മേനോന്റെ സിനിമയാണെന്ന് തോന്നുന്നു കുറച്ച് ലേറ്റ് ആയത്. അതെ, ബിജു മേനോനെയാണ് ഡേറ്റ് കിട്ടാൻ എന്തോ ലേറ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഒഫീഷ്യൽ ട്രെയിലർ കാണാം. ഇന്നലെ 9 മണിക്കാണ് വന്നത്. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല. ആൾക്കിപ്പോഴും റെഡി ആയിട്ടില്ല. തലക്ക് എന്തോ കിക്ക്, താത്താന്റെ എന്തോ പണിയാണെന്ന് തോന്നുന്നു. അതായത് ഇന്ത്യൻ താത്ത. ഇന്ത്യൻ താത്താനെ കുറിച്ച് പറയണം. താത്താനെ കുറ്റം പറഞ്ഞേ, താത്ത വന്ന് പണിയൊന്നും തന്നിട്ട് പോയതാ. ഏതോ മർമ്മത്തിൽ കറക്റ്റ് ഈ ഭാഗത്ത് ഇവിടെ എവിടെയും കണ്ടാന്ന് തോന്നുന്നു. ഭാഗ്യം, പ്രശ്നം തലവേദന മാത്രമേ ഉള്ളൂ. വലിയ ഭാഗ്യമൊന്നുമില്ല. ഇതിലും നല്ലത് മരിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ അവസ്ഥയാ. തലയൊക്കെ ഇങ്ങനെ ശരിക്കും ഇന്ത്യൻ ടൂവിനകത്ത് കാണൂല നമ്മള്. മറ്റേ തലേന്റെ ഉള്ളിൽ കൂടി നമ്മള് കഴിഞ്ഞ ദിവസം കൂടി കളിയാക്കി താത്താണ്. ഞരമ്പിന്റെ ഉള്ളിൽ കൂടെ വരെ ക്യാമറ ഇട്ടു നിന്നിട്ട് ശരിക്കും അതൊക്കെ നേരിട്ട് ഞാൻ അനുഭവിച്ചു. എല്ലാം ഞരമ്പിന്റെ ഉള്ളിൽ കൂടെയും പോയിട്ടുണ്ട്. താത്ത പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിട്ട പണി എപ്പോഴാണ് അധികം താമസമൊന്നുമില്ല. നീയും തയ്ച്ചു കളിച്ചോ. എന്തായാലും നമ്മുടെ താത്തതിലുണ്ട് നമ്മുടെ കമൽഹാസൻ, ഉലകനായകൻ കമൽഹാസൻ. ഇതില് ഈ ട്രെയിലറിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കാണാം. മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ പര്യായമാണ് ഓളം തീരവും കടുകണ്ണാവ ഷെർലക്. നാളെ കട്ടയിനകത്ത് പൂച്ചകൾ ലുക്ക് Oh my God. അങ്ങോട്ടുള്ള യാത്ര
ഗ്രാമത്തിന്റെ പ്രകൃതി മാറി, മനുഷ്യർ മാറി. ആരെയോ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എന്റെ ഗ്രാമം. മനോരഥങ്ങൾ എന്തല്ല ഓഗസ്റ്റ് 15-ന് ഓഗസ്റ്റ് 15-നോ ഓഗസ്റ്റ് 15-ന് ഓഗസ്റ്റ് 15-ന് റിലീസ്. റിലീസ്. ഞാനും വിചാരിച്ചു ഓഗസ്റ്റ് 15-ന് എന്ന് പറഞ്ഞിട്ട്. ആളുടെ ലാസ്റ്റത്തെ ആ ലൈനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇതായത്. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ഒരു കാലത്ത് എഴുതിയിരുന്ന ആള് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ ബാക്കിയായിട്ടായിരുന്നു ഇപ്പൊ ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ എന്താ പറയാ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതൊരു സത്യമാണത്. എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ളൊരു ട്രെയിലർ ആട്ടോ. സാധാരണ ഒരു ആന്തോളജി മൂവിക്ക് നമ്മൾ കൊടുത്തിരുന്ന ഒരു വലുപ്പമുണ്ട്, അതേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ അത് കുറച്ചുകൂടി വലുപ്പമായിട്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഒരു സിനിമേന്റെ ട്രെയിലർ കാണുന്ന പോലെ അല്ലല്ലോ. അതിന്റെ ഒരു വ്യത്യാസം നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇത്രയും നടന്മാര്, ഇത്രയും ഡയറക്ടേഴ്സ്, ഓരോ ഡയറക്ടേഴ്സിന്റെയും ഫ്രെയിമുകളും എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും ഓരോ ഷോട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇന്ന ആള് ചെയ്യുന്നതിന്റെ ഒക്കെ ഓരോരുത്തർ ചെയ്യുന്നതിന്റെ ഓരോ വ്യത്യാസം ഉണ്ടല്ലോ. ഒരേ എഴുത്തുകാരനാണ്, എന്നാൽ വ്യത്യസ്തമായ ജോണറാണ്, വ്യത്യസ്തരായ സംവിധായകർ, വ്യത്യസ്തരായ അഭിനേതാക്കൾ. അപ്പൊ എന്തായാലും അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് ഓരോന്നിലും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നല്ലൊരു സിനിമ കാണാൻ പറ്റും. ഇത് ഓരോന്നും മികച്ച സാധനങ്ങളായിരിക്കും. കാരണം എല്ലാം MTന്റെ ആണ്. MTന്റെ നോവലുകളും കഥകളും അല്ലെങ്കിൽ ആള് ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളും ഒക്കെ അതേപോലെ തന്നെയാണ്. എല്ലാം എന്താ പറയാ ഇങ്ങനെ സ്പെഷ്യൽ സാധനങ്ങളായിരിക്കും. ആഴം കൂടുതലാണ്. അതെ, അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു 9 സിനിമകൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ മുന്നിലോട്ട് തരികയാണ്. 9 മറ്റേ വജ്രക്കല്ലുകളായിരിക്കും മിക്കവാറും ഈ വരാൻ പോകുന്ന 9 സിനിമകളും. കാരണം അത്രയ്ക്കും ഭീകരമായിട്ടുള്ള സാധനങ്ങളായിരിക്കും ഇവരെന്തായാലും സിനിമയാക്കുള്ളൂ. ഈ മമ്മൂക്കേൻ്റെ ഒക്കെ ആ റോള് കാണുമ്പോൾ തന്നെ അറിയാം അതെന്തുമാത്രം സീരിയസും കൂടി ഉള്ള സാധനമാണെന്ന്. എനിക്ക് തോന്നുന്നു അതിൽ മോഹൻലാലിന്റെ മാത്രം കുറച്ച് കോമഡി മീൻസ് കോമഡി എന്നല്ല, കുറച്ച് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സാധനം എന്ന് തോന്നിപ്പോകുന്നത്. എനിക്ക് കുറച്ചുകൂടി ഡെപ്ത് ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മാത്രമല്ല കുറച്ചുകൂടെ അതായത് ഡിഫറെന്റ് ആണ്. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പിന്നെ ആളുടെ ക്യാരക്ടർ, പിന്നെ ആൾ ആ ഒരു മുട്ടുകുത്തിയിരിക്കുന്ന സീനില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പകിട കളിക്കുന്ന പോലത്തെ സ്ഥലത്ത് അതായത് ആളിങ്ങനെ മണ്ണിലിറങ്ങി വന്ന് സിനിമ ചെയ്യുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്, നാളുകൾക്ക് ശേഷം. അപ്പൊ അത് നേര് അങ്ങനെയുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിനേക്കാളും താഴേക്ക്, അതായത് നമ്മുടെ നാടിന്റെ മണ്ണും മണവും പിന്നെ ചെളിയും ഒക്കെ പുരണ്ടുള്ള ഒരു ലൈഫുണ്ട്. ഒരു മുറി ബീഡിയൊക്കെ കടിച്ചു പിടിച്ച് മറ്റേ ചങ്ങാടം വലിച്ചടിപ്പിക്കുന്ന സാധനമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. എന്താണ് പിന്നെ പ്രിയദർശനും കൂടിയല്ലേ, അതിൻ്റെതായ രീതിയിലായിരിക്കും ആ സിനിമ പോവുള്ളൂ. പിന്നെ ശ്യാമപ്രസാദ് ഉണ്ട്. സീരിയസ് വേണോ? സീരിയസ് വരും. കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത് മതിയോ? അതിനുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അങ്ങ് മിക്സ് ആയിട്ടാണ് സാധനം വരുന്നത്. പിന്നെ പല നടന്മാരുടെയും ലുക്കുകളാണെങ്കിലും ഒക്കെ വ്യത്യസ്തമാണ്. ഇപ്പൊ ആസിഫ് അലിന്റെ തന്നെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു, ഒരു വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലാണ് ആസിഫ് അലി. അതായത് ഇവര് ഇതിനെ സമീപിക്കുന്ന രീതി ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. മറ്റുള്ള സിനിമകളെ സമീപിക്കുന്നത് പോലെ ആയിരിക്കില്ല. അതായത് MTയുടെ തിരക്കഥയിൽ വരുന്ന ഒരു സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്താണെങ്കിലും ഓഗസ്റ്റ് 15 മുതൽ നമുക്കും C5 ഇരുന്ന് കാണാം, ഓരോന്നായിട്ട്. അപ്പോൾ എന്തായാലും പോവല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.